നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകൾ കൊഴുക്കുമ്പോൾ വിമർശനങ്ങൾ ഏറെ ഉയരുന്നതും ആര്യടൻ ഷൗക്കത്തിന് നേരെയാണ്. ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായെങ്കിൽ 8 നിലയിൽ പൊട്ടുമെന്ന് കോൺഗ്രസിന് അകത്തുനിന്ന് തന്നെ ചർച്ചയാവുന്നുണ്ട്. മറിച്ച് അദ്ദേഹം UDF ഇട്ടുകൊണ്ട് LDF സ്വതന്ത്രനോ അരിവാളിലോ മത്സരിച്ചു കഴിഞ്ഞാൽ UDF സ്ഥാനാർത്ഥിക്ക് മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്നും അത് ചരിത്ര വിജയമായിരിക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നത് അത് VS ജോയ് തന്നെയാണ് എന്നും, കൂടാതെ നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ നായകനായ PV അൻവറിന്റെ പൂർണ്ണ പിന്തുണയും VS ജോയ്ക്ക് തന്നെയാണ് എന്നുമാണ് ആദ്യത്തെ വിശകലനം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഏറ്റവും ഗുണം കിട്ടാവുന്ന തീരുമാനമാണ് ഇതെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. VD സതീശനും KC വേണുഗോപാലും K സുധാകരനും ഇക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിലമ്പൂരിലെ കോൺഗ്രസുകാരും ലീഗുകാരും VS ജോയ്ക്ക് പരമാവധി ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് വെന്നിക്കൊടി പാടിക്കും എന്നതാണ് മറ്റൊരു പക്ഷത്തിന്റെ വാദം. കോൺഗ്രസിന് പൊതുവെ UDFിൽ ഒരു പ്രത്യേകത, സ്വന്തം പാളയത്തിൽ നിന്നും ഏതെങ്കിലും ഒരാൾ മറുകണ്ഠം ചാടി അപ്പുറത്തെ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ എല്ലാ ഗ്രൂപ്പുകളും അടച്ചുപൂട്ടിക്കൊണ്ട് അത്യുഗ്രൻ പ്രകടനം കാഴ്ചവെക്കാൻ അണികൾ ഒന്നാകും എന്നത് തന്നെയാണ്. കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായി മാറുന്ന ഏക സാഹചര്യവും അതുതന്നെയാണ്. അതിപ്പോൾ ഏറ്റവും അവസാനമായി പ്രകടമായത് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിലാണ്. ഈ സാഹചര്യത്തിൽ ആര്യടൻ ഷൗക്കത്തിന് സീറ്റ് നൽകിയില്ലെങ്കിൽ, അദ്ദേഹം ഒരുപക്ഷെ മറുകണ്ഠം ചാടുകയാണെങ്കിൽ അത് പോണെങ്കിൽ പോകട്ടെ എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് തന്നെ ഗുണം ചെയ്യും. മാത്രമല്ല, ഇത്തരമൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ LDF ആര്യടൻ ഷൗക്കത്തിനെ ദത്തെടുക്കുകയും ബലി കൊടുക്കുകയും ചെയ്തോളും എന്നതാണ് മറ്റൊരു വിശകലനം. പോകുന്നവർ പോകട്ടെ എന്ന രാഹുൽ ഗാന്ധി തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഉചിതമാവുക എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. വെള്ളാപ്പള്ളിയെ പോലുള്ള നേതാക്കൾ മലപ്പുറത്തെ മനഃപൂർവ്വം അവഹേളിക്കുവാനും സ്പർദ്ധ പ്രചരിപ്പിക്കുവാനും ഉപയോഗിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് മുതലെടുക്കാൻ കിട്ടുന്ന അവസരം തന്നെയാണ് ഇപ്പോഴുള്ളത്. എന്ത് വില കൊടുത്തും VS ജോയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് വെള്ളാപ്പള്ളിക്ക് മറുപടി കൊടുക്കുക എന്നതാണ് ഇതിലെ രാഷ്ട്രീയ യുക്തി. ആയതിനാൽ തന്നെ ഡോക്ടർ സരിൻ പോലുള്ള നേതാക്കൾ ചെയ്തതുപോലെ ആത്മഹത്യാപരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് PC ചാക്കോ, KV തോമസ്, KP അനിൽകുമാർ ഗണത്തിലേക്ക് പോകണോ എന്ന് സ്വയം തീരുമാനിക്കേണ്ടത് ആര്യടൻ ഷൗക്കത്തുമാണ്. ആര്യടൻ മുഹമ്മദ് എന്ന നേതാവ് നിലമ്പൂരിൽ ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള പേര് തന്നെയാണ്. എന്നാൽ അതേസമയം ആര്യടൻ ഷൗക്കത്തിന് ആ ബ്രാൻഡ് വാല്യൂ ഇല്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല, കാസ മുനമ്പം വിഷയത്തിൽ UDFനെ വിമർശിക്കുവാൻ വേണ്ടി ഓരോരോ വിവാദങ്ങൾ പടച്ചുവിടുമ്പോൾ UDF ചെയ്യേണ്ടത് അവിടെ ഒരു ക്രൈസ്തവ നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുക എന്ന തത്വമാണ്. മാത്രമല്ല, നിലമ്പൂരിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഒരു സാമുദായിക ഏകീകരണത്തിനുള്ള ശ്രമം നടക്കുമ്പോൾ അതേ നാണയത്തിൽ തന്നെ പൊരുതുക എന്നതും രാഷ്ട്രീയ യുക്തിയാണ്.